എനിക്ക് ഫണ്ണി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എൻ്റർടൈൻമെൻ്റ് ആ രീതിക്ക് പോകാനാണ് താല്പര്യം. പക്ഷേ അങ്ങനെ പോകാൻ ചില പിതൃശൂന്യർ സമ്മതിക്കില്ല. ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നതാണ്. വർക്ക് കഴിഞ്ഞെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ചോറിനാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് വരുന്ന വഴിക്ക് നേരെ ഓപ്പോസിറ്റ് ഒരാൾ, നമ്മൾ പോണ വഴിക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ലിമിറ്റഡ്, പേര് നമ്പറൊന്നും ഞാനപ്പോൾ ശ്രദ്ധിച്ചില്ല, സൈഡ് മാറി കൊടുത്തു. ആ വണ്ടിയും എൻ്റെ വണ്ടിയും തമ്മിലുള്ള വ്യത്യാസം ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ പപ്പടായി പോകും. ഇത് കാരണം ഞാൻ എൻ്റെ വഴിയിൽ നിന്ന് ഒതുക്കി കൊടുത്തു. അവസ്ഥ ആലോചിച്ചാൽ നമ്മൾ പോണ റൂട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങി കൊടുക്കണം ഈ പിതൃശൂന്യർക്ക് പോകാൻ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ലിമിറ്റഡ് മാത്രം, ഒരു ലിമിറ്റഡോ ഇത് മാത്രമല്ല, KSRTC ഉണ്ട്, ലിമിറ്റഡും ഉണ്ട്, മാറി മാറി ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ അല്ല. എല്ലാ KSRTCക്കാരും എല്ലാ ലിമിറ്റഡ് ബസ്സുകാരും ഈ സ്വഭാവമല്ല, നല്ലവരും ഉണ്ട്. ഞാനിപ്പോൾ അടുത്ത് KSRTCൻ്റെ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കായിട്ട് അതിൻ്റെ ഫാമിലി വരുന്നവരെ വെയിറ്റ് ചെയ്ത KSRTCക്കാർ. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ ഒരാൾ ആ ഒരു നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആ റൂട്ടിനല്ല KSRTC തോന്നുന്നത്, അവിടെ വഴിയിലവിടെ ഇറക്കി വിടേണ്ട കാര്യമുള്ളൂ. എന്നിട്ടും വളാഞ്ചേരി അങ്ങാടി വരെ എത്തിച്ച് ആ ഒരാൾക്ക് മാത്രം വേണ്ടിയിട്ട് അങ്ങനത്തെ KSRTCക്കാരുണ്ട്. പിന്നെ ഹെൽപ്പ് ചെയ്ത ലിമിറ്റഡ് സ്റ്റോപ്പുകാരുണ്ട്. ബസ് എനിക്ക് ഓർമ്മയില്ല, പേര് കാര്യങ്ങൾ ഓർമ്മയില്ല. ഞാൻ വളാഞ്ചേരി അങ്ങാടിയിൽ പെട്ട സമയത്ത് ലോക്കൽ ബസ് ഇല്ല, ഓട്ടോറിക്ഷ ഇല്ല, ബൈക്ക് പോലും കാണാനില്ല. അങ്ങനെ ഞാൻ കിടന്ന പരിഗണന കണ്ടപ്പോൾ ഒരു ആകെ വരുന്നത് ഈ KSRTC ലിമിറ്റഡ് മാത്രമേ ഉള്ളൂ. അതിലൊരു ലിമിറ്റഡുകാരൻ എന്നോട് ചോദിച്ചു എന്താ നിൽക്കണമെന്ന്. എനിക്കൊന്ന് അപ്പുറം വരെ പോകാണ്ട്, ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് കുറച്ചിപ്പുറം കാവുമ്പുറത്താണ്. ലിമിറ്റഡുകാർ അങ്ങനെ ഇറക്കലില്ല. വളാഞ്ചേരി വിട്ട് നേരെ ചിലപ്പോൾ പുത്തൻത്താണി കൊണ്ടേ ഇറക്കും. അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് മിക്ക ആൾക്കാർ. അപ്പോൾ മുപ്പൊരാൾ കാവുമ്പുറമാണ് പറഞ്ഞു, ആ കയറിക്കോന്ന് പറഞ്ഞു, കാവുമ്പുറം ഇറക്കി തരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആ ബസ്സിന് കയറി ഞാൻ എൻ്റെ നാട്ടിലിറങ്ങി. അങ്ങനത്തെ ലിമിറ്റഡുകാരുണ്ട്, നല്ല ആൾക്കാരുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷെ അതുമാതിരി വൃത്തിയായിട്ട് ഐറ്റംസും ഉണ്ട്. നമുക്കൊരു കാര്യം നേരിട്ടാൽ, ഇങ്ങനൊരു ഇത് നേരിട്ടാൽ നമ്മൾ പിന്നാലെ പോയിട്ട് ആ ബസ്സുകാരോട് ചോദിക്കാൻ നിന്നാൽ എന്താണ്ടാവുക, ട്രിപ്പ് മുടക്കിയെന്ന് പറഞ്ഞിട്ട് ആ ട്രിപ്പിൻ്റെ പൈസ കൊടുക്കണം. പിന്നെ അങ്ങനെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് തീരുമാനമാക്കണം. KSRTC ആണെങ്കിലും ലിമിറ്റഡ് ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് കേസ് കൊടുത്താൽ കേസും കൂട്ടായിട്ട് നമ്മളങ്ങനെ വർഷങ്ങളോളം നടക്കണം. അതാണ് നമ്മളവിടുത്തെ നിയമം, മുഞ്ചി നിയമം. പക്ഷേ ഞാൻ എന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കണമല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ നമ്പർ, ബസ്സിൻ്റെ പേര്, ഇപ്പോൾ KSRTC ആണ് KSRTC, അതടക്കം ഞാൻ ഇവിടെ വന്ന് പറയും. ഫ്രസ്ട്രേഷൻ ഞാൻ കാണിക്കും. വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ അങ്ങേ അറ്റെത്തിച്ച ടീംസാണ്, ഞാൻ ചെയ്യുന്നത് ചെയ്യാം. ഇപ്പോൾ ആര് പറഞ്ഞാലും വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യില്ല. അപ്പോൾ ഓക്കെ.